പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രാർത്ഥനയോടെ ദൈവത്തിന് മുൻപിൽ നമുക്കായിരിക്കാം. നമ്മളായിരിക്കുന്ന ഈ ഒരു കാലഘട്ടം ഒത്തിരിയേറെ വിശ്വാസ പ്രതിസന്ധിയുടെ ഒരു കാലയളവാണ്. നമ്മുടെ വിശ്വാസം വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയം. ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ മറ്റൊരു നാളും സംഭവിക്കാത്ത വിധത്തിലുള്ള വിശ്വാസത്യാഗം ഈ തലമുറയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അവിചാരിതങ്ങളല്ല. നമ്മുടെ കർത്താവിൻ്റെ പ്രവചന വാക്കുകൾ നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മളിന്ന് കാണുന്ന ആത്മീയവും ധാർമ്മികവുമായ തകർച്ചകൾ നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തിജീവിതത്തിൽ, നമ്മുടെ സമൂഹങ്ങളിൽ, ജനതകളിൽ, ലോകരാജ്യങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരി കാണുന്നു. നമ്മുടെ മനസ്സ് മരവിച്ചു പോകുന്ന വിധത്തിൽ പല വിധത്തിലുള്ള വിശ്വാസത്തിന് വിരുദ്ധമായ പ്രവൃത്തികളും അത്തരത്തിലുള്ള അരാജകത്വങ്ങളെല്ലാം ഒരുപാട് വർദ്ധിച്ചു വരുന്ന ഒരു കാലയളവ്. ഈ ഒരു സമയത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു അസാധാരണമായ വിശ്വാസം നമുക്ക് കൂടിയേ തീരും. ഒരു നോർമൽ ഫെയ്ത്ത് അല്ല, ഒരു എക്സ്ട്രാ ഓർഡിനറി ഫെയ്ത്ത്. ഇത് പരിശുദ്ധാത്മാവിന് മാത്രമേ നമുക്ക് നൽകുവാൻ സാധിക്കുകയുള്ളൂ. ഒരു അസാധാരണമായ വിശ്വാസത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടേണ്ട സമയമാണിത്. വെളിപാട് പുസ്തകം 13-ാം അധ്യായം 10-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, തടവിലാക്കപ്പെട്ടവൻ തടവിലേക്ക് പോകുന്നു, വാളുകൊണ്ട് വധിക്കുന്നവൻ വാളിന് ഇരയാകണം. ഇവിടെയാണ് വിശുദ്ധരുടെ സഹനശക്തിയും വിശ്വാസവും. ഒത്തിരിയേറെ പ്രതിസന്ധികളും ക്ലേശങ്ങളും നിറഞ്ഞ ഈ ഒരു സമയത്തിൽ ദൈവജനത്തിന് അസാധാരണമായ വിശ്വാസം കൂടിയേ തീരുവെന്ന് ഈ വചനത്തിലൂടെ ആത്മാവ് അറിയിക്കുകയാണ്. ഉഗ്രമായ മതപീഡനത്തിൻ്റെയും സത്യവിശ്വാസത്തിന് പ്രതി നിരന്തരം പീഡകൾ വർദ്ധിച്ചു വരുന്ന ഈ തലമുറയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അടിയുറച്ച ആഴമേറിയ വിശ്വാസത്തിൻ്റെ ആത്മാവ് കൂടിയേ തീരൂ. ഉഗ്രമായ പീഡനങ്ങളും മാനസികവും ശാരീരികവുമായ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ദുരിതങ്ങളും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ പരിശുദ്ധാത്മാവ് ജനത്തോട് പറയാണ്, അടിയുറച്ച വിശ്വാസം നമുക്ക് കൂടിയേ തീരൂ. ഈ സത്യം തന്നെയാണ് വീണ്ടും വെളിപാട് പുസ്തകം 14:12 ആത്മാവ് നമ്മെ അറിയിക്കുന്നത്. ഇവിടെയാണ് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വേണ്ടത്. നമ്മുടെ വിശ്വാസം ഒത്തിരിയേറെ വെല്ലുവിളികളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഈ ഒരു നാളിൽ ആത്മാവ് തന്റെ ജനത്തോട് പറയാണ്, ഇവിടെയാണ് എൻ്റെ ജനത്തിന് സഹനശക്തിയും യേശുക്രിസ്തുവിൽ അടിയുറച്ച വിശ്വാസവും വേണ്ടത്. അപ്പൊ സഹനവും വിശ്വാസവും തമ്മിൽ വലിയ ബന്ധമുണ്ട് സഹോദരങ്ങളെ. ഇത് സഹനത്തിന്റെ നാളുകളാണ്. സത്യവിശ്വാസം ജീവിക്കുന്നവർക്ക് ഒത്തിരിയേറെ സഹിക്കേണ്ടി വരും. വിശ്വാസം പ്രഘോഷിക്കുന്നവർക്ക്, പരിശുദ്ധ വചനം പറയുന്നതിന് ആരെല്ലാം യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം പീഡിപ്പിക്കപ്പെടും. ഇത് കർത്താവിന്റെ സത്യവചനമാണ്. അവരെല്ലാം പീഡിപ്പിക്കപ്പെടും. ഇവിടെയെല്ലാം കർത്താവിനോട് ചേർന്ന് നമ്മുടെ വിശ്വാസം ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അസാധാരണമായ ഒരു ഫെയ്ത്ത് നമുക്ക് ആവശ്യമാണ് സഹോദരങ്ങളെ. സഹനശക്തിയും ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസവും. നമുക്കറിയാം, നമ്മളിത് അറിഞ്ഞതുകൊണ്ടോ കേട്ടതുകൊണ്ടോ മാത്രം കാര്യമായില്ല. പരിശുദ്ധാത്മ നമ്മളെ ശക്തീകരിക്കും.
വിശ്വാസത്തിൻ്റെ ആത്മാവായി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ അഭിഷേകം ചെയ്താൽ മാത്രമാണ് ഈ വിശ്വാസത്തിൽ വളർച്ചയും വർധനവും നമുക്ക് ലഭിക്കുന്നത്. പൗലോസ് പറയുന്നുണ്ട് സഭയോട്, കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 13-ാം വചനത്തിൽ 4:13, ഞാൻ വിശ്വസിച്ചു അതിനാൽ ഞാൻ സംസാരിച്ചുവെന്ന് എഴുതിയവൻ്റെ വിശ്വാസ ചൈതന്യം കൊണ്ട്. വിശ്വാസ ചൈതന്യം, സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ആത്മാവ് തന്നെ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങളും വിശ്വസിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്ത് വിശ്വസിക്കുന്നു? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അവിടുത്തെ സത്യവചനത്തിൽ വിശ്വസിക്കുന്നു, നിത്യജീവനിൽ വിശ്വസിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ ജനനം, പീഡാസകനം, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, യേശുവിൻ്റെ വീണ്ടും വരവിൽ ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തു ഏക രക്ഷകനാണ് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ വിശ്വാസത്തിൽ ജീവിക്കുവാനും ഈ വിശ്വാസം പ്രഘോഷിക്കുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ട് മാത്രം ഇത് സാധ്യമല്ല. ഇതിന് വിശ്വാസത്തിന്റെ ആത്മാവ് കൂടിയേ തീരൂ. ഹോളി സ്പിരിറ്റ്, സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്. അതാണ് പൗലോസ്ലിഹ സഭയോട് പറയുന്നത്. വിശ്വാസത്തിന്റെ ആത്മാവ് ഉള്ളത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വിശ്വസിക്കാൻ പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് വിശ്വാസം വർദ്ധിക്കുകയുള്ളൂ, വിശ്വാസം ജീവിക്കാൻ സാധിക്കുള്ള സഹോദരങ്ങൾ. നമ്മുടെ ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും മാനുഷിക വൈഭവങ്ങൾ കൊണ്ടൊന്നും പ്രതിസന്ധികളുടെ മുൻപിൽ നമ്മുടെ വിശ്വാസം ഏറ്റുപറയുവാനോ വിശ്വാസം ജീവിക്കുവാനോ നമുക്ക് സാധ്യമല്ല. അതിന് പരിശുദ്ധാത്മാവിന്റെ കൃപ വേണം, ഗ്രേസ്, അഭിഷേകം വേണം, അഭിഷേകം വേണം. എത്ര ശക്തമാണ് ഈ വചനം! ഈ വചനത്തെ അടിസ്ഥാനമാക്കിയാണ് വിശ്വാസത്തിൻ്റെ ആത്മാവെന്ന ഈ 6 ദിനങ്ങളിലെ ശുശ്രൂഷകൾ കർത്താവ് നമുക്ക് നൽകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ സവിശേഷം? നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണ്? ഞാനിപ്പോൾ വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ വിശ്വാസം ഞാൻ പ്രഘോഷിക്കുന്നുണ്ട്, നല്ല കാര്യം. എന്നാൽ ഇതിനെക്കുറിച്ച് പരിശുദ്ധ വചനം എന്താ പഠിപ്പിക്കുന്നത്? എബ്രായ പുസ്തകം 3-ാം അധ്യായം 14-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. എത്രയോ ആയിരക്കണക്കിന് ജീവിതങ്ങള് പാതി വഴിയിൽ വിശ്വാസം നഷ്ടപ്പെടുത്തി ജീവിക്കുന്നു. ഈ ലോകത്തിന് നൈമിഷികമായ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രണയിച്ച പെണ്ണിനെ ലഭിക്കാൻ, പ്രണയിച്ച പുരുഷനെ ലഭിക്കുവാൻ, ഈ ലോകത്തിന് നൈമിഷികമായ ഭോഗേച്ഛകൾക്ക് വേണ്ടി, നശ്വരമായ സുഖലോലുപതയ്ക്ക് വേണ്ടി, ലോകം നീട്ടിത്തരുന്ന ഉയർച്ചകൾക്കും നേട്ടങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി തങ്ങളുടെ വിശ്വാസത്തെ ഉപേക്ഷിക്കുന്ന, വിശ്വാസം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരുപാട് ജീവിതങ്ങളെ നമുക്ക് ഈ നാളുകളിൽ കാണുവാൻ സാധിക്കും. എന്നാൽ ഇതിനെക്കുറിച്ച് എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? പ്രിയ ദൈവത്തിന്റെ പൈതലേ, നിന്റെ ആ വിശ്വാസം അത് 1 മാസത്തേക്കോ 1 വർഷത്തേക്കോ 10-20 വർഷത്തേക്കല്ല. ഈ ലോകം വിട്ട് നീ കർത്താവിന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുന്ന സമയം വരെ നമ്മുടെ ആദ്യ വിശ്വാസം അവസാനം വരെ നമ്മൾ മുറുകെ പിടിച്ച വിശ്വാസം ജീവിക്കുന്നെങ്കിൽ മാത്രമാണ് കർത്താവിനോട് കൂടെ അവിടുത്തെ മഹത്വത്തിൽ പങ്കുപറ്റുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ! എത്ര ശക്തമാണ് ഈ വചനം! ക്രിസ്തുവിന്റെ മഹത്വത്തിൽ പങ്കുപറ്റുവാൻ വിളി ലഭിച്ചവരാണ് നമ്മൾ. ഇത് സാധ്യമാകണമെങ്കിൽ നമ്മുടെ വിശ്വാസം ആരംഭം മുതൽ അവസാനം വരെ, എൻ്റെ അവസാന ശ്വാസം വരെ ഈ വിശ്വാസത്തിൻ്റെ ആത്മാവിൽ ജീവിച്ച് ഇതിനെ മുറുകെ പിടിക്കുന്ന ഒരു ദൈവ പൈതലായി ഞാൻ മാറണം. എൻ്റെ സഹോദരങ്ങളെ, ഇതിനോട് ബന്ധപ്പെട്ടാണ് എബ്രായ പുസ്തകം 10-ാം അധ്യായം 35-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നത്, നിങ്ങൾ ആത്മധൈര്യം നിങ്ങൾ
നശിപ്പിച്ചു കളയരുത്. അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ വിശ്വാസം മുറുകെ പിടിക്കുമ്പോഴും, വിശ്വാസം ജീവിക്കുമ്പോഴും, വിശ്വാസം പ്രഘോഷിക്കുമ്പോഴും നമുക്ക് ഒരുപാട് സഹനങ്ങൾ ഉണ്ടാകും. അതത്ര സുഖകരമായൊരു അനുഭവമല്ല സഹോദരങ്ങളെ. ആരെല്ലാം കർത്താവിൽ നിന്ന് ലഭിച്ച വിശ്വാസം ജീവിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നു, അവർക്ക് കൊടിയ സഹനങ്ങളുണ്ട്. സമൂഹം അവരെ ഒറ്റപ്പെടുത്തിയെന്ന് വരും, അവരെ അപഹസിച്ചു എന്ന് വരും, പലപ്പോഴും അവരെ മാറ്റി നിർത്തിയെന്ന് വരും. മാനസിക ശാരീരികമായ പീഡനങ്ങൾ ഉണ്ടാകും, അവഗണനകൾ ഉണ്ടാകും. പരിശുദ്ധാത്മാവ് പറയാണ്, എന്നാൽ നിങ്ങളുടെ ആത്മധൈര്യം നശിപ്പിച്ച് കളയരുത്. ഇതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കും. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ ഈ വിശ്വാസത്തിന് വലിയ പ്രതിഫലമുണ്ടെന്ന് പരിശുദ്ധ റൂഹ നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന് പ്രതിഫലമുണ്ട് സഹോദരങ്ങളെ. വിശ്വാസത്തിന് വേണ്ടി ആരെല്ലാം വില കൊടുക്കുന്നുവോ, സഹിക്കുന്നുവോ, അപമാനങ്ങളെ കൃപകളായി സ്വീകരിക്കുന്നുവോ, അത് നഷ്ടമല്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അറിയിക്കുകയാണ്. അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. വീണ്ടും 10:36 വചനം പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. കർത്താവായ യേശുക്രിസ്തുവിലും അവിടുത്തെ പരിശുദ്ധ വചനത്തിലും ദൃഢമായി വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ക്രിസ്തുവിനെ പ്രതി സഹിക്കുവാൻ സാധിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കാണ് സഹിക്കാൻ പറ്റുന്നത്. എൻ്റെ സഹോദരങ്ങളെ, സഹനം അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. വിശ്വസിക്കുന്നവർക്കാണ് സഹനങ്ങളെ കൃപകളായി സ്വീകരിക്കാൻ കഴിയുന്നതില്ലെങ്കിൽ പിറുപിറുത്തും, പരാതി പറഞ്ഞു, കുറ്റം പറഞ്ഞും, നിരാശിതരായും വിഷാദികളായും നമ്മുടെ ജീവിതം നമ്മൾ നരകതുല്യമാക്കി, ശ്രദ്ധിച്ച്, നരകതുല്യമാക്കി നമ്മൾ മാറ്റും. നമ്മുടെ വിശ്വാസം എന്തുമാത്രം വർദ്ധിച്ചു വരുന്ന വിശ്വാസമാണോ, അതിനനുസരിച്ച് ദൈവവചനത്തെ പ്രതി, യേശുക്രിസ്തുവിനെ പ്രതി നിനക്ക് സഹിക്കാൻ പറ്റുമെന്ന് ആത്മാവ് അറിയിക്കുകയാണ്. അപ്പോൾ സഹനവും വിശ്വാസവും തമ്മിൽ വളരെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഞാൻ പറയുന്നു, ഈ നാളുകൾ സഹനത്തിന്റെ നാളുകളാണ്. വിശ്വാസത്തെ പ്രതി വലിയ സഹനങ്ങൾ നമുക്കുണ്ടാകും. നമ്മൾ വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അതിഭയാനകമായ ക്ലേശങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ഈ സമയങ്ങളിലെല്ലാം നമ്മളെ ബലപ്പെടുത്തുന്നതും പ്രത്യാശയോടെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും യേശുക്രിസ്തുവിലും അവന്റെ വചനത്തിലുമുള്ള ആഴമേറിയ വിശ്വാസമാണ്, അടിയുറച്ച വിശ്വാസം. വിശ്വാസത്തോട് ആമേൻ പറഞ്ഞേ. അങ്ങനെയുള്ള നാളുകളിൽ ഈ ലോകത്തിന്റെ ഒരു സംവിധാനങ്ങൾക്കും നമ്മെ സഹായിക്കാൻ പറ്റില്ല. നമ്മൾ കണ്ടു, കോവിഡ് കാലഘട്ടത്തിൽ, കൊറോണ നാളുകളിൽ പണത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റുമോ? ഈ ലോകത്തിൽ എന്തുമാത്രം ടെക്നോളജികളും എന്തുമാത്രം സംവിധാനങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും നമ്മൾ ഹെൽപ്ലെസ് ആയ ഒരു അവസ്ഥ, ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റാത്ത, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത, വളരെ ഹോപ്പ്ലെസ് ആയ ഒരു സാഹചര്യം നമുക്കുണ്ടായി നമ്മൾ ഓർക്കുന്നുണ്ട്. ഇതുപോലെ സഹോദരങ്ങളെ, ഇനി ലോകത്തിൽ പലവിധ പരീക്ഷണങ്ങൾ കടന്നു വരും, പ്രതിസന്ധികൾ ഉണ്ടാകും. ആ സമയത്ത് വിശ്വാസമുള്ളവർക്ക് മാത്രമേ കൃപയിൽ ജീവിക്കാൻ സാധിക്കുള്ളൂ. ഈ പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് സ്നേഹത്തിൽ ജീവിക്കാൻ പറ്റുന്നത് ഈ വിശ്വാസത്തിന്റെ ആത്മാവുള്ളവർക്ക് മാത്രമാണ് സഹോദരങ്ങളെ. നാമമാത്ര വിശ്വാസമല്ല ഞാൻ പറയുന്നത്, അസാധാരണമായ ഫെയ്ത്ത്, ഒരു എക്സ്ട്രാ ഓർഡിനറി ഫെയ്ത്ത്. ഇതിനോട് ബന്ധപ്പെട്ടാണ് പരിശുദ്ധാത്മാവ് തന്റെ സഭയെ പഠിപ്പിക്കുന്നത്. എബ്രായ പുസ്തകം 10:38 വചനത്തിൽ, അപ്രകാരമുള്ള നാളുകളിൽ, ദിനങ്ങളിൽ എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. വിശ്വാസം മൂലം ജീവിക്കും. ഈ ലോകത്തിലെ ഒരു സംവിധാനങ്ങൾക്കും
ഒരു സോഴ്സിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതൊന്നും വർക്കൗട്ട് ആവില്ല, അതൊന്നും ആക്റ്റീവ് ആകില്ല. വിശ്വാസമുള്ളവർക്ക് മാത്രമേ ആ സമയങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്, ആ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നത്. ആ നാളുകളിൽ എൻ്റെ നീതിമാന്മാർ, എന്നെ സ്നേഹിക്കുന്നവരെ, എന്നെ ആശ്രയിക്കുന്നവരെ, എൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവരെ അവർ ജീവിക്കും, അവർ ജീവിക്കും, അവർ ജീവിക്കും. നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. വിശ്വാസത്തിൻ്റെ ആത്മാവിൽ നമ്മൾ കൃപയോടെ ജീവിക്കേണ്ട സമയമാണ്. സമയമാണ്. നീ പിന്മാറിപ്പോയാൽ എൻ്റെ ആത്മാവ് നിന്നിൽ, അപ്പൊ പിന്മാറിപ്പോകുന്ന വിധത്തിലുള്ള സഹനങ്ങളും പീഡനങ്ങളും ക്ലേശങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാകും. അതത്ര ഈസിയല്ല. ഇത് പ്രസംഗിക്കാൻ എളുപ്പ സഹോദരങ്ങളെ, അതത്ര ഈസിയല്ല. പരിശുദ്ധാത്മ പറയാ, ആ പ്രതിസന്ധിയുടെയും സഹനത്തിന്റെയും നാളുകളിൽ നീ പിന്മാറിപ്പോയാൽ എൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രസാദിക്കും. അപ്പോൾ നമുക്ക് പിന്മാറിപ്പോകാൻ, മടുത്ത് ഇതൊന്നും വേണ്ട, അതൊക്കെ മതി എന്ന് പറഞ്ഞ് നമ്മളിതെല്ലാം വിട്ടെറിഞ്ഞു പോകാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ടാകും. അതിൻ്റെ നടുവിലും പ്രത്യാശയോടെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി വിശ്വാസം ജീവിക്കാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ ഈ ചൈതന്യം നമ്മളിൽ ഉണ്ടാകണം. സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസ ചൈതന്യം ഉണ്ടാകണം. പൗലോസ് സഭയോട് പറഞ്ഞില്ലേ, 2 തിമോത്തി 3:1 നമുക്ക് സുപരിചിതമായൊരു വചനമാണ്. ഉച്ചത്തിൽ ആ വചനം വായിക്കാം. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. നമുക്കറിയാം 2026 ലോക ചരിത്രത്തിൽ ഇന്നും ക്ലേശങ്ങളും ദുരിതങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടായിട്ടുണ്ട് സഹോദരങ്ങളെ. പക്ഷേ വളരെ ക്ലേശപൂർണമായ സമയങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, കൊടും ചൂട്, അതികഠിനമായ വരൾച്ച, ഭക്ഷ്യക്ഷാമം, ലോകരാജ്യങ്ങളിൽ പ്രതിസന്ധികൾ, യുദ്ധങ്ങൾ, യുദ്ധക്കെടുതികൾ, ആത്മീയമായ തകർച്ചകൾ മറുഭാഗത്ത്, ഭൗതികമായ പ്രതിസന്ധികൾ മറ്റൊരു ഭാഗത്ത് എന്ന് വേണ്ട സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുക സഹോദരങ്ങളെ. ക്ലേശപൂർണമായ സമയങ്ങൾ വരും, ക്ലേശപൂർണമായ സമയങ്ങൾ. ഈ സമയങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അടിയുറച്ച് എനിക്കും നിങ്ങൾക്കും നിലകൊള്ളാൻ പറ്റണമെങ്കിൽ നമ്മിൽ വിശ്വാസത്തിൻ്റെ ആത്മാവ് ഉണ്ടാകണം. എൻ്റെ നീതിമാൻ ആ നാളുകളിൽ ജീവിക്കുന്നത് പണം മൂലമല്ല, ജോലി മൂലമല്ല, ബിസിനസ് മൂലമല്ല, ഈ ലോകത്തിന്റെ ഒരു സംവിധാനം മൂലമല്ല. പരിശുദ്ധാത്മ പറയാ, വിശ്വാസം മൂലം ജീവിക്കും. വിശ്വാസം മൂലം. നമുക്ക് എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? ഒന്ന് ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഉണർവോടെ പറഞ്ഞ്, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മക്കളുടെ തലമുറകളുടെ സഭയുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്തുതിക്കുന്നു കർത്താവേ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പൗലോസ് പറഞ്ഞു, തിമോത്തിയോസ് 2-ാമത്തെ ലേഖനം തന്നെ 1-ാം അധ്യായം 12-ാം വചനത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വചനമാണ്. ഇക്കാരണത്താലാണ് ഞാൻ ഇപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നു. പറഞ്ഞേ, ഇപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്, ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇക്കാരണത്താലാണ് ഞാൻ ഇപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്. ഒരുപാട് സഹനങ്ങളിലൂടെ പൗലോസ്ലീഹ കടന്നുപോയി. ഒത്തിരി സഹനങ്ങൾ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ വിശ്വാസത്തെ പ്രതി, കർത്താവായ യേശുക്രിസ്തുവിനെ പ്രതി ഒരുപാട് സഹിക്കേണ്ടി വന്നവനാണ് വിശുദ്ധ പൗലോസ്.
എന്നാൽ പൗലോസ്ലീഹ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഈ സഹനങ്ങളിലൊന്നും ഞാൻ ലജ്ജിക്കുന്നില്ല, എനിക്ക് നിരാശയില്ല, ഈ സഹനങ്ങളിൽ എനിക്ക് ഭയമില്ല, പരിഭ്രമങ്ങളില്ല, ആകുലതയില്ല, എനിക്ക് വിഷാദമില്ല. എന്താണ് അതിൻ്റെ കാരണം? ഞാൻ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇത് വെറും ഒരു ഇന്റലക്ച്വൽ ബുദ്ധിപരമായ അറിവല്ല, ഇറ്റ്സ് എ റെവലേഷൻ. ഇതൊരു വെളിപാടാണ് പ്രിയപ്പെട്ടവരെ. സഹനങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അതിന് നടുവിൽ പ്രത്യാശയോടെ നമുക്ക് നിൽക്കാൻ പറ്റണമെങ്കിൽ, ജീവിക്കാൻ പറ്റണമെങ്കിൽ, നമ്മുടെ വിശ്വാസം ആരിലാണ് നമ്മൾ അർപ്പിച്ചിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. മാനുഷിക വ്യക്തികളിലല്ല, ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങളിലല്ല, ഈ ലോകത്തിൻ്റെ ഒരു സിസ്റ്റത്തിലുമല്ല. സർവശക്തനും സർവാധിപനും നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനുമായ കർത്താവായ യേശുക്രിസ്തുവിലാണ് നമ്മൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെങ്കിൽ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ ഭയപ്പെടേണ്ട, ലജ്ജിക്കേണ്ട, നിരാശപ്പെടേണ്ട, നമ്മൾ വിഷാദികളാകേണ്ട. കർത്താവിനറിയാം ഈ പ്രതിസന്ധികളെ എപ്രകാരം കൈകാര്യം ചെയ്യണം, നമ്മളെ എപ്രകാരം പരിപാലിക്കണം, നമ്മളെ എപ്രകാരം സംരക്ഷിക്കണമെന്ന് അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. യെസ്, അവന്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട്, കുറുകിപ്പോയിട്ടില്ല സഹോദരങ്ങളെ. അപ്പൊ വിശ്വാസവും സഹനവും തമ്മിൽ ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വിശ്വസിക്കുന്നവനെ സഹിക്കാൻ പറ്റും. നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ അർത്ഥം വിശ്വാസം ഇല്ല എന്നാണ്. കർത്താവിൻ്റെ അനേകം വിശുദ്ധാത്മാക്കൾ സഹനാത്മാക്കളായിരുന്നു. അവർക്ക് എന്തുകൊണ്ട് സഹിക്കാൻ പറ്റിയത്? അത്രമാത്രം അടിയുറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അവർ വിശ്വാസത്തിൻ്റെ ആത്മാക്കളായിരുന്നു. തന്മൂലം കർത്താവിൻ്റെ വിക്ടിം സോൾസായി, യാഗാത്മാക്കളായി അവർക്ക് ജീവിക്കാൻ സാധിച്ചു. അവരുടെ ഫെയ്ത്താണ് അതിനവരെ പ്രാപ്തമാക്കിയത്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട് സഹോദരൻ. ഈ 1-ാം ദിനത്തിലെ ശുശ്രൂഷയില്ലെങ്കിൽ ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, വാട്ട് ഈസ് ഫെയ്ത്ത്? എന്താണ് വിശ്വാസം? നമ്മൾ ജനിച്ചപ്പോൾ മുതൽ കേൾക്കുന്നൊരു വാക്കാണ് വിശ്വാസം. വിശ്വാസം, വിശ്വസിക്ക്, നീ വിശ്വസിക്ക്. എന്താണ് വിശ്വാസം? നമുക്ക് പല നിർവചനങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിലും എബ്രായ പുസ്തകം 11:1 നമുക്ക് പ്രിയപ്പെട്ടൊരു വചനമാണ്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന് ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് വിശ്വാസം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ വചനം നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വിശ്വാസം എന്ന് പറയുന്നത് കർത്താവായ യേശുവുമായിട്ടുള്ള കണ്ടുമുട്ടലാണ്, എൻകൗണ്ടറാണ്. യേശുവുമായിട്ടുള്ള ഒരു പേഴ്സണൽ എൻകൗണ്ടറാണ് ഫെയ്ത്ത്. കർത്താവിനെ കണ്ടുമുട്ടിയവർക്ക് വിശ്വാസം ജീവിക്കാൻ പറ്റൂ. കർത്താവിനെ സ്വന്തമാക്കിയവർക്ക് ഈ എൻകൗണ്ടർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളിൽ വിശ്വാസം മുറുകെ പിടിച്ച് ഈ വിശ്വാസത്തെ ധീരതയോടെ പ്രഘോഷിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ കർത്താവുമായിട്ടുള്ളൊരു കണ്ടുമുട്ടൽ എവരിഡേ, ദിനംതോറും ഈ ഒരു എൻകൗണ്ടർ എക്സ്പീരിയൻസിൽ ഞാനും നിങ്ങളും വളരണം. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് അതാ സഹോദരങ്ങളെ. ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ചുമ്മാ വിശ്വസിക്കുന്നു ഇങ്ങനെ 10 പ്രാവശ്യം പറയുന്നതല്ല. അത് കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. യേശുവുമായിട്ടുള്ള എൻകൗണ്ടർ, കണ്ടുമുട്ടലാണ് വിശ്വാസം. അവരുടെ ജീവിതങ്ങളിൽ ആ വിശ്വാസം തീ പോലെ കത്തുന്നത്. അവർക്കാണ് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും വിശ്വാസത്തെ മുറുകെ പിടിച്ച് വിശ്വാസം ജീവിക്കുവാനും പ്രഘോഷിക്കുവാനും സാധിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 8:12 നമ്മൾ കാണുന്നുണ്ട്. സമരിയ പട്ടണത്തിൽ പോയി ഫിലിപ്പോസ് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുകയാണ്. അവിടെ എന്താ സംഭവിച്ച്? അനേകർ കർത്താവിനെ കണ്ടുമുട്ടി. ഒരു എൻകൗണ്ടർ ഉണ്ടായി അവിടുത്തെ ജനത്തിന്. ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ചും ഫിലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ സ്ത്രീ പുരുഷ ഭേദ്യമന്യേ എല്ലാവരും വിശ്വസിച്ച്, ശ്രദ്ധിച്ച്, നിങ്ങൾ എല്ലാവരും വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ജ്ഞാനസ്നാനം സ്വീകരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം,
എല്ലാവരും കർത്താവിനെ കണ്ടു, അവർ വിശ്വസിച്ചു, അവർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചു. അവരുടെ ജീവിതം രൂപാന്തരപ്പെട്ടു, ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടു. അവരെല്ലാവരും വിശ്വസിച്ചുവെന്ന് ആത്മാവ് സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം സഹോദരങ്ങളെ, കർത്താവുമായിട്ടുള്ള എൻകൗണ്ടറിൽ, ആ കണ്ടുമുട്ടിൽ ദിനംതോറും നമ്മൾ വളരണം. നമ്മുടെ കർത്താവ് നമുക്കൊരു ലിവിങ് എക്സ്പീരിയൻസ് ആകണം. യേശുക്രിസ്തു വെറുമൊരു ആശയമല്ല, വെറുമൊരു സ്റ്റോറിയല്ല, വെറുമൊരു ഫിലോസഫിയല്ല. അവൻ ജീവിക്കുന്ന ദൈവമാണ്, ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഈ റിയാലിറ്റിയുമായി എനിക്കൊരു എൻകൗണ്ടർ ഉണ്ടെങ്കിൽ എൻ്റെ വിശ്വാസം ചൂടുള്ള വിശ്വാസമായി, തീഷ്ണതയുള്ള വിശ്വാസമായിട്ട് മാറുന്നത്, ജ്വലിക്കുന്ന വിശ്വാസമായി മാറുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് ആവശ്യം ഈ എൻകൗണ്ടറാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ട് ലൗകികവും ജഡീകവുമായി നമ്മുടെ കുടുംബങ്ങൾ മാറുന്നുവെങ്കിൽ, നമ്മുടെ മക്കൾ, നമ്മുടെ യുവതലമുറ വിശ്വാസമില്ലാതെ അവർ ഈ ലോകത്തിൻ്റെ സുഖലോലുപതയുടെ പുറകെ വിശ്വാസം നഷ്ടപ്പെടുത്തി പലവിധ അരാജകത്വങ്ങൾക്ക് അടിമപ്പെടുന്നുവെങ്കിൽ, പാപം മ്ലേച്ഛതകൾ അവരുടെ ജീവിതങ്ങൾ ഒരുപാട് സ്വാധീനിക്കുന്നുവെങ്കിൽ, അതിൻ്റെ കാരണം ഈ എൻകൗണ്ടർ, ഈ കണ്ടുമുട്ടലില്ല. കർത്താവിനെ അവർ കണ്ടുമുട്ടുന്നില്ല, കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ, അനുഭവിക്കാൻ പറ്റുന്നില്ല, കർത്താവിൻ്റെ പ്രസൻസിൽ അവർക്ക് ആനന്ദിക്കാൻ പറ്റുന്നില്ല. ഇത് സാധ്യമാകണമെങ്കിൽ ഞാൻ പറഞ്ഞു, ഒരു എൻകൗണ്ടർ ഉണ്ടാകണം. കർത്താവ് ആരാന്നും, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ മഹത്വം, കർത്താവിൻ്റെ പരിശുദ്ധി, കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ഒരു സ്പാർക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ എൻ്റെ വിശ്വാസം ഉണരുകയുള്ളൂ. എനിക്ക് വിശ്വാസം ജീവിക്കാൻ പറ്റുള്ളൂ, വിശ്വാസം ജീവിക്കാൻ സാധിക്കുള്ളൂ. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, മറ്റേത് നാളുകളേക്കാൾ ഉപരി നമ്മുടെ വിശ്വാസത്തെ പിശാച് ആക്രമിക്കുന്ന സമയമാണിത്. വിശ്വാസത്തെ ഇല്ലാതാക്കാൻ, ഈ തലമുറയെ വിശ്വാസത്യാഗത്തിൻ്റെ, വിശ്വാസരാഹിത്യത്തിൻ്റെ തലമുറയാക്കി മാറ്റുവാൻ പിശാച് ഘോര യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ഞാൻ വിശ്വസിക്കുന്നു, മറ്റെന്തിനേക്കാളും പിശാച് ആക്രമിക്കുന്നത് വിശ്വാസത്തെയാണ്. കാരണം സാത്താനെ നല്ലതുപോലെ അറിയാം, വിശ്വാസം തകർന്നാൽ, വിശ്വാസത്തെ നശിപ്പിച്ചാൽ ആത്മാവ് പിന്നെ പിശാചിൻ്റെ പിടിയിലായി, സാത്താൻ്റെ കൺട്രോളിലായി. ആത്മാവിനെ കൊണ്ട് എന്തും പിശാചിനെ ചെയ്യിപ്പിക്കാൻ പറ്റും. ഞാൻ പലരും പറയുന്നത്, എനിക്കിതിൽ വിശ്വാസമില്ല, എനിക്ക് വചനത്തിൽ വിശ്വാസമില്ല, എനിക്ക് പ്രാർത്ഥനയിൽ വിശ്വാസമില്ല, എനിക്ക് പരിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ല, ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ആത്മാവ് പിശാചിന്റെ പിടിയിലായി. എവിടെ വിശ്വാസം നശിച്ചുവോ അവിടെ സാത്താന്റെ ആധിപത്യം കടന്നു വരികയാണ്. അവിടെ സാത്താന്റെ ഹോൾഡ്, അവന്റെ പിടി മുറുകി വരികയാണ്. എൻ്റെ സഹോദരങ്ങളെ, കണ്ണുനീരോടെ കരങ്ങൾ വിരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, തലമുറകളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ മക്കളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അതിനുവേണ്ടി ത്യാഗമെടുക്കണം, പ്രായശ്ചിത്തം അനുഷ്ഠിക്കണം, കണ്ണുനീരോടെ നമ്മൾ ഉപവസിച്ചു പ്രാർത്ഥിക്കണം ഈ വിശ്വാസ വർധനവിന് വേണ്ടി. ഇന്ന് അനേകം ജീവിതങ്ങളെ, കുടുംബങ്ങളെ പിശാച് പാറ്റുന്ന സമയമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ, പിശാച് പാറ്റിക്കൊണ്ടിരിക്കുന്ന സമയം. നമ്മുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുവാനും നശിപ്പിക്കുവാനുമായി പിശാച് വീറോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയം. അവൻ നമ്മളെ പാറ്റുകയാണ്. ഗോതമ്പ് പാറ്റുന്നത് പോലെ നമ്മുടെ വിശ്വാസത്തെ പിശാച് പാറ്റിക്കൊണ്ടിരിക്കുന്ന നേരമാണിത് സഹോദരങ്ങളെ. നമ്മുടെ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31-32 വചനങ്ങൾ, ശിമിയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. നിങ്ങൾ സെക്കൻഡ് ഇങ്ങോട്ട് നോക്കി. സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. പിശാച് നമ്മളെ പാറ്റിക്കൊണ്ടിരിക്കുന്ന സമയം. എന്തിനു വേണ്ടി? നിന്റെ വിശ്വാസത്തെ നശിപ്പിക്കാൻ. കർത്താവായ യേശു ക്രിസ്തുവിലും യേശുവിൻ്റെ സത്യവചനത്തിലും
നിത്യജീവനിലും കർത്താവിന്റെ രണ്ടാം വരവിലും യേശുക്രിസ്തു ഏക രക്ഷകനാണെന്നുള്ള വിശ്വാസ സത്യത്തിലും ക്രിസ്തുവിന്റെ പീഡാസഹനം, കുരിശുമരണം, അവന്റെ ഉത്ഥാനം, നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണം, ഇതിൽ വിശ്വസിക്കാൻ പറ്റാത്ത വിധം വിശ്വാസത്യാഗിയായ ഒരു ആത്മാവായി നിന്നെ നശിപ്പിക്കുവാൻ പിശാച് നമ്മെ പാറ്റിക്കൊണ്ടിരിക്കുന്ന സമയമാണ് സഹോദരങ്ങളെ. പാറ്റുന്ന സമയം, പിശാച് നമ്മളെ പാറ്റുന്ന സമയം. അനേക കുടുംബങ്ങൾ പിശാച് അതുകൊണ്ട് കുടുംബങ്ങളിൽ വിശ്വാസം നശിച്ചുകൊണ്ടിരിക്കും. കുടുംബ പ്രാർത്ഥനയില്ല, ദൈവവചന വായനയില്ല, വചനത്തിന്റെ പ്രഖ്യാപനങ്ങളില്ല, പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യമില്ല. എൻ്റെ സഹോദരങ്ങൾ, എത്ര കുടുംബങ്ങളെ പിശാച് നശിപ്പിക്കുന്നത്! വിശ്വാസമില്ലാതെ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, തലമുറകൾ. ഇതൊന്നും അഭിചാരിതങ്ങളല്ല, പിശാച് പാറ്റുകയാണ് കുടുംബങ്ങളെ, നമ്മുടെ തലമുറകളെ. നമ്മൾ എന്ത് ചെയ്യണം? ഇപ്രകാരം വിശ്വാസത്യാഗം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ വിളി എന്താണ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു ജീവിക്കരുത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 32-ാം വചനത്തിൽ എന്താ ഈശോ പറഞ്ഞത്? എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിശാച് പാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ നമ്മുടെ കുടുംബങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ, വിശ്വാസത്തിൽ വളരുന്ന കുടുംബങ്ങളാകാൻ, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അതിനുവേണ്ടി ഉപവസിക്കണം നമ്മൾ. നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ ടീനേജേഴ്സ് സത്യവിശ്വാസത്തിൽ ഉറപ്പോടെ നിൽക്കുന്നവരായി മാറുവാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ കരങ്ങൾ വിരിക്കേണ്ട നാളുകൾ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരയേണ്ട നാളുകൾ. എന്തിനു വേണ്ടി? വിശ്വാസം നശിക്കാതിരിക്കാൻ, വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? നമ്മുടെ കർത്താവ് പഠിപ്പിച്ച വചനായി നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് അതിനു വേണ്ടി? നമ്മളിങ്ങനെ വേദനിച്ച് അസ്വസ്ഥപ്പെട്ട് പരാതിയും പിറുപിറുത്തും ജീവിക്കാന്നല്ലാതെ ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കാനും കൈവിരിക്കുവാനും നമുക്ക് എത്ര പേർക്ക് സമർപ്പണമുണ്ട്, തീരുമാനമുണ്ട്? ഈ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് നമ്മൾ വരാത്തത് കൊണ്ട് നമ്മുടെ തലമുറകളെ പിശാച് ഇന്ന് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു. അവിശ്വാസത്തിലേക്കും ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതകളിലേക്കും സുഖലോലുപതകളിലേക്കും വിശ്വാസരാഹിത്യത്തിലേക്കും നമ്മുടെ തലമുറകളെ, യുവമക്കളെ സാത്താൻ കൊണ്ടുപോകുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ അഭാവമാണ്, നമ്മുടെ ഉപവാസത്തിൻ്റെ അഭാവമാണ്, നമ്മുടെ പ്രാശ്ചിത്ത അരൂപിയുടെ അഭാവമാണ്. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ശിമയോൻ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ തലമുറയെ പിശാച് പാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മറ്റെന്തിനേക്കാളും നമ്മുടെ വിശ്വാസത്തെ സാത്താൻ അറ്റാക്ക് ചെയ്യുന്ന സമയം. നമ്മുടെ പ്രാർത്ഥനകൾ ഉയരണം, പ്രാർത്ഥനകൾ വർദ്ധിക്കണം, ആരാധനകൾ വർദ്ധിക്കണം, ഉപവാസങ്ങൾ വർദ്ധിക്കണം, പരിത്യാഗ പ്രവർത്തികൾ വർദ്ധിക്കണം. അതിനു മാത്രമേ ഈ പൈശാചിക ശക്തികളെ തകർക്കുവാനും നിർവീര്യമാക്കുവാനും സാധിക്കുകയുള്ളൂ. പൗലോസ് സഭയോട് സത്യം പഠിപ്പിക്കുന്നുണ്ട്. എഫെസസ്യർക്കുള്ള ലേഖനം 6-ാം അധ്യായം 16-ാം വചനത്തിൽ എന്താണ് പൗലോസ് പറയുന്നത്? സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിനെ നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയെടുക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ, ഏതായി ദുഷ്ടൻ? പിശാചാണ്. അവന് ജ്വലിക്കുന്ന കൂരമ്പുകള് നമ്മുടെ മനസ്സിലേക്ക് സംശയത്തിന്റെ, അവിശ്വാസത്തിന്റെ, വെറുപ്പിന്റെ, പ്രതികാരത്തിന്റെ, ആശയക്കുഴപ്പത്തിന്റെ, അല്ലെങ്കിൽ നിരാശയുടെ, വിഷാദത്തിന്, നെഗറ്റീവായ ഈ തീയമ്പുകൾ പിശാചികൻ അയച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം, പഴയ നാളുകളിൽ യുദ്ധത്തിന് പോകുമ്പോൾ ആ പടയാളിയുടെ കയ്യിൽ ശക്തമായ പരിചയം ഉണ്ടായിരിക്കും. ശത്രു തൊടുത്തുവിടുന്ന അമ്പുകള് ഈ പരിച കൊണ്ട് തടയും. ശത്രുവിന്റെ ആ വാളുകൊണ്ടുള്ള വെട്ട് പരിച കൊണ്ട് തടയും. പരിച ശക്തമായ ഒരു ആയുധമാണ്, പ്രത്യേകിച്ച് ഡിഫെൻഡിങ് വെപ്പണാണ്. ശത്രുവിന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനുള്ള ശക്തമായ ആയുധമാണ് പരിച.
ഇതുപോലെ നമ്മളെ നശിപ്പിക്കാൻ, നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ വിശ്വാസത്തിൽ നശിപ്പിച്ച് കളയാൻ, നമ്മുടെ തലമുറകളെ വിശ്വാസ ത്യാഗികളാക്കി മാറ്റാൻ, നമ്മുടെ സഭയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പിശാചു തൊടുത്തുവിടുന്ന ഒരുപാട് തീയമ്പുകളുണ്ട്. നമ്മുടെ മനുഷ്യ മനസ്സുകൾ ഈ തീയമ്പുകൾ വന്ന് ഇതിങ്ങനെ കത്തി പടരുമ്പോൾ നമ്മൾ പലരും ഇതാണ് സത്യം, ഇതാണ് റിയാലിറ്റി എന്ന് ചിന്തിച്ച് അതിൻ്റെ പുറകെ പോയി നമ്മുടെ വിശ്വാസം ക്ഷയിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മ വ്യക്തമായി പറയാണ്, വിശ്വാസത്തിന്റെ പരിചയ നിങ്ങൾ എടുക്കണം. അതുകൊണ്ട് ഡിഫെൻഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, പിശാച് മറ്റെന്തിനേക്കാളും ഇന്ന് ആക്രമിക്കുന്നത് നമ്മുടെ വിശ്വാസമാണ്. കാരണം സാത്താൻ അറിയാം, വിശ്വാസം ജീവിക്കുന്ന, വിശ്വാസം മുറുകെ പിടിക്കുന്ന ഒരു ആത്മാവിനെ പെട്ടെന്ന് നശിപ്പിച്ച് കളയാൻ പറ്റുകയില്ല. ആത്മാവിനെ നിരാശയിലേക്ക് തള്ളിവിടാൻ പറ്റില്ല. അവന് കർത്താവായ യേശുവിൽ പ്രത്യാശയുണ്ട്, ക്രിസ്തുവിന്റെ വചനത്തിൽ പ്രത്യാശയുണ്ട്, നിത്യജീവനിൽ പ്രത്യാശയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മാവിനെ ഒരു വിഷാദിയാക്കാൻ പെട്ടെന്ന് പിശാചിന് സാധിക്കില്ല. വെറുപ്പിലും വൈരാഗ്യത്തിലും പ്രതികാര ചിന്തയിലും ആത്മാവിനെ ബന്ധിക്കാൻ പിശാചിന് പറ്റില്ല. ഈ ലോകത്തിന്റെ സുഖലോലുപതയിലും പാപത്തിന്റെ മ്ലേച്ഛതകളിലും ആ ജഡികമായിട്ടുള്ള തിന്മകളിലും ആ ആത്മാവിനെ കളങ്കപ്പെടുത്തുവാൻ എളുപ്പം കൊണ്ട് പിശാചിന് സാധിക്കില്ല. കാരണം അത് വിശ്വാസമുള്ള ആത്മാവാണ്. അവന്റെ കയ്യിൽ വിശ്വാസത്തിന്റെ പരിചയമുണ്ട്. അതുകൊണ്ട് ഡിഫെൻഡ് ചെയ്യട്ടോ. പിശാച് തൊടുത്തു വിടുന്ന അമ്പുകൾ, പലവിധ തീയമ്പുകൾ, അതിനെ ഡിഫെൻഡ് ചെയ്യാണ്, തടയാണ്. അതൊന്നും അവൻ അറ്റാക്ക് ചെയ്യുന്നില്ല, അവളെ സ്വാധീനിക്കുന്നില്ല. സഹോദരങ്ങളെ, വിശ്വാസത്തിന്റെ പരിചയം എടുക്കുക. പിശാച് നമ്മളെ പാറ്റിക്കൊണ്ടിരിക്കുന്ന, തെരഞ്ഞെടുക്കപ്പെട്ട അനേകം ആത്മാക്കളെ പിശാച് പാറ്റുന്നു, സഭയെ പിശാച് പാറ്റുന്നു, കുടുംബങ്ങളെ പിശാച് പാറ്റുന്നു. ഗോതമ്പ് പാറ്റുന്നത് പോലെ പിശാച് നിങ്ങളെ പാറ്റാൻ ഉദ്യമിക്കുന്നു. കർത്താവിന്റെ വാക്കുകൾ എത്ര ശക്തമാണ് ഈ വചനം. നമ്മളിത് അവഗണിച്ച് കളയരുത്. അതുകൊണ്ട് പത്രോസ്ലീഹ സഭയെ പഠിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 8-9 വചനങ്ങൾ ഉച്ചത്തിൽ വായിച്ച്, നിങ്ങൾ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ നമ്മുടെ വിശ്വാസം നശിപ്പിക്കുവാൻ, നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളെ താറുമാറാക്കാൻ, ബന്ധങ്ങളെ ശിഥിലീകരിക്കാൻ, പലവിധ അസ്വസ്ഥതകൾ, ആശയക്കുഴപ്പങ്ങൾ, സംശയങ്ങളും തന്ന് നമ്മുടെ കുടുംബബന്ധങ്ങളെ നശിപ്പിച്ച് കളയാൻ പിശാച് വീറോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയം. ആത്മാവ് പറയാണ്, ഈ സമയത്തിൽ എന്ത് ചെയ്യണം? 9-ാമത്തെ വചനം, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്. ഒരൽപ്പുണ്യ സ്വരത്തിൽ പറഞ്ഞേ, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്. പിശാചിനെ എതിർക്കുവിൻ. ഹല്ലേലൂയ. ഓ, എത്ര മഹത്തരമാണ് ഈ വചനം. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പിശാചിനെ എതിർക്കുക. നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കാൻ, ജീവിതങ്ങളെ നശിപ്പിക്കാൻ, ബന്ധങ്ങളെ നശിപ്പിക്കാൻ, നമ്മുടെ സഭയെ നശിപ്പിക്കാൻ ഉള്ള പിശാചിന്റെ തന്ത്രങ്ങളെ, പ്രവർത്തനങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നമ്മൾ അതിനെ ഡിഫെൻഡ് ചെയ്യണം, നമ്മളതിനെ പ്രതിരോധിക്കണം, അതിനെ നമ്മൾ എതിർക്കണമെന്ന് പരിശുദ്ധാത്മ പറയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. വിശ്വാസത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളിൽ വന്നു നിറയാൻ, നമ്മുടെ കുടുംബങ്ങളെ ജ്വലിപ്പിക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുക, നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു വിശ്വാസത്തിന്റെ കൃപ കൊണ്ട് നിറയട്ടെ. നഷ്ടപ്പെട്ടു പോയ വിശ്വാസ ചൈതന്യം നമ്മുടെ മക്കളിൽ വീണ്ടും വ്യാപരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു എൻകൗണ്ടർ എക്സ്പീരിയൻസ് അവർക്കുണ്ടാകും. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അവർ ആഴപ്പെടുവാൻ, വിശ്വാസം ജീവിക്കുന്നവരാകാൻ, വിശ്വാസത്തോടെ കമ്മിറ്റ്മെന്റ് ഉള്ളവരാകാൻ നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പിശാചിനെ എതിർക്കുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ,
വിശ്വാസത്തിന്റെ ആത്മാവായി ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കരങ്ങൾ ഉയർത്തിരൊറ്റ വിളി യേശുവേ. വിളിച്ച് 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 പ്രാർത്ഥിക്കുക. പോരാ പോരാ, ശക്തിയോടെ വിളിക്കുന്നു ഈശോയെ. ലോകം, പാപം, പിശാച്, ലോകശക്തികളെ, പാപശക്തികളെ, പൈശാചിക ശക്തികളെ വിശ്വാസക്രമയിൽ തോൽപ്പിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനുള്ള അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. ആമേൻ, 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 ആമേൻ. കരമടിച്ച്, കരമടിച്ച്, ശക്തിയോടെ കരങ്ങളടിച്ച്. ലോകം, പാപം, പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. പാപം, പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ, ഒന്നിച്ചൊന്നിച്ച് പാടിക്കേ. വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങ് ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ആമേൻ, ആമേൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങ് ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, തലമുറകളെ, നമ്മുടെ സഭയെ, എല്ലാ ജനതകളെയും സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ വിളിക്കുന്നു യേശുവേ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൽ, ഈശോയുടെ വചനത്തിൽ, നിത്യജീവനിൽ, കർത്താവിന്റെ വീണ്ടും വരവിൽ, പരിശുദ്ധാത്മാവിൽ, ഏകമാമോദീസായിൽ, പരിശുദ്ധ സഭയിൽ, പരിശുദ്ധ കുർബാനയിൽ, പരിശുദ്ധ കുദാശകളിൽ ഞങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകർ കർത്താവ് തൊടുന്ന സമയം, അവിശ്വാസത്തിന് കെട്ടുകൾ അടിയുന്ന സമയം, സംശയത്തിന് ബന്ധനങ്ങൾ മാറുന്ന സമയം, വിശ്വാസ ത്യാഗത്തിന്റെ പൈശാചിക പീഡകളിൽ നിന്ന് ഒരുപാട് കുടുംബങ്ങളെ കർത്താവ് വിമോചിപ്പിക്കുന്ന സമയം. ലോർഡ് ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവ്. ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു, കർത്താവേ, സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, 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 നന്ദി കർത്താവ്. വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസത്തിന്റെ ആത്മാവായി പരിശുദ്ധാത്മാവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. Anoint us, anoint us, anoint us. Amen, 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 amen. ഒരു നിമിഷം നിങ്ങൾ എല്ലാവരും ശാന്തമായിട്ടിരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾ പങ്കുവെച്ചു, പിശാച് നമ്മെ പാറ്റുന്ന സമയമാണ്. നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കാൻ വേണ്ടി, നമ്മളെ വിശ്വാസത്യാഗികളാക്കി മാറ്റാം. നമ്മുടെ കുടുംബങ്ങളെ അവിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും കലഹത്തിൻ്റെയും അസ്വസ്ഥതയുടെയും കുടുംബങ്ങളാക്കുവാൻ പിശാച് പാറ്റുന്ന സമയം. നമുക്കറിയാം, ഏദനിൽ വെച്ച് ആദ്യ മാതാപിതാക്കളെ പിശാച് നശിപ്പിച്ചത് ദൈവത്തെ അവിശ്വസിപ്പിച്ചുകൊണ്ടാണ്. ഹവ്വായെ പിശാച് പാറ്റി, അവരുടെ വിശ്വാസം നശിച്ചു. ദൈവത്തിലുള്ള, ദൈവവചനത്തിലുള്ള വിശ്വാസത്തെ
സാത്താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇന്നും ഇത് തന്നെയാണ് പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് നാളെ പ്രത്യേകമായി ധ്യാനിക്കും വചനത്തിൽ നിന്ന്. വിശ്വാസത്തിനെതിരെയുള്ള വെല്ലുവിളികൾ, ചലഞ്ചസ് ഒത്തിരിയുണ്ട് സഹോദരൻ. പിശാച് തൊടുത്തു വിടുന്ന തീയമ്പുകൾ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ, ഇതിലൂടെ കുടുംബങ്ങളെ, സഭയെ നശിപ്പിക്കാൻ, താറുമാറാക്കാൻ ഇവിടെ നമ്മൾ ജാഗ്രതയുള്ളവരാകണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹത്വവും സമ്പന്നതയും അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കുന്നവരാണ്. നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കണം, തലമുറകളെ പഠിപ്പിക്കണം. എൻ്റെ സഹോദരങ്ങൾ, ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 1-ാം വചനത്തിൽ ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിൽ ഒരു വൃക്ഷത്തിന് ഈ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? എത്ര തന്ത്രപരമായ ചോദ്യമാണ്. ഇതൊരു ഡിസീവിങ് സ്പിരിറ്റാണ്. ഇതുപോലെ പിശാചി തലമുറയോട് പലതും ചോദിക്കുന്നു. നീ ദൈവത്തിൽ വിശ്വസിച്ചത് എന്ത് കാര്യം? ഇങ്ങനെ വിശുദ്ധിയിൽ ജീവിച്ചിട്ട് എന്ത് കാര്യം? എന്തിനാണ് വിശുദ്ധി? നീ ഈ വചനമൊക്കെ വിശ്വസിച്ചും പ്രാർത്ഥിച്ചിട്ട് എന്ത് പ്രയോജനം? ഇത് അനേകം സംശയത്തിൻ്റെ, അവിശ്വാസത്തിൻ്റെ ചോദ്യങ്ങൾ പിശാച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ മോഹങ്ങളും, കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളും വർണ്ണങ്ങളും, ലോകം തരുന്ന സുഖങ്ങളും, അതിൻ്റെ നേട്ടങ്ങളെല്ലാം കാണുമ്പോൾ നീ എന്തിനാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത്? നീ ഇങ്ങനെ വിശ്വസിച്ച് ജീവിച്ചിട്ട് എന്ത് പ്രയോജനം? ഇത് തന്നെയാണ് ഹവയോട് ചോദിച്ചത്. എൻ്റെ സഹോദരങ്ങൾ, ഉടനെ എന്താ അവിടെ സംഭവിച്ചത്? 4-5 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുറക്കെ വായിച്ച്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-4-5. സർപ്പം സ്ത്രീയോട്, 4-ാം അധ്യായം എന്താ പറയുക? സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. അടുത്തത്, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവത്തിനറിയാം. ഇത് എന്തുമാത്രം വലിയ കൊടും ചതിയാണ് പിശാച് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇന്ന് അനേകം ആത്മാക്കളിൽ പിശാച് പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തെ സംശയിപ്പിക്കുക, കർത്താവിൻ്റെ വചനത്തെ സംശയിപ്പിക്കുക. ഇതൊരു തീയമ്പ സഹോദരങ്ങളെ. സംശയം പിശാചിൻ്റെ സ്ട്രാറ്റജിയിൽ, അവൻ്റെ തന്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സംശയം. കർത്താവിലും കർത്താവിൻ്റെ വചനത്തിന് സംശയം ജനിപ്പിക്കുക, അങ്ങനെ ചഞ്ചല ചിത്തരാക്കുക, നമ്മളെ സംശയമുള്ളവരാക്കുക. ചഞ്ചലചിത്തരായ ആത്മാക്കളെ പെട്ടെന്ന് വീഴ്ത്തുവാൻ പിശാചിന് പറ്റും. കണ്ടോ, ഇവിടെ ഹൗവ ചഞ്ചലചിത്തയായി, അവളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. അവളെ പാറ്റിയതാ പിശാച്. ചോദ്യം ചോദിച്ച് അവളെ ഒന്ന് പാറ്റി. ആ പാറ്റലിൽ അവൾ വീണുപോയി. അവളുടെ വിശ്വാസം ക്ഷയിച്ചു. അവൾ ദൈവത്തെ അവിശ്വസിച്ചു. കർത്താവിൻ്റെ ജീവനുള്ള വാക്കുകളെ അവൾ അവഗണിച്ചു. അതിനേക്കാൾ ഉപരി അവൾ പിശാചിൻ്റെ വാക്കുകളിൽ വിശ്വസിച്ചു. സാത്താൻ പറഞ്ഞ ആ നുണയിൽ, ആ കൊടിയ നുണകളിൽ അവ വിശ്വസിച്ചു. അതാണ് ആദ്യ പാപം. ഉടനാണ് ഇത് തന്നെ ഇന്നും പിശാച് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി, അവൻ്റെ തന്ത്രം ഇത് തന്നെ സഹോദരങ്ങൾ. നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുക, ദൈവത്തിലും ദൈവവചനത്തിലും സംശയങ്ങൾ തന്നുകൊണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ സംശയിപ്പിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ സത്യവചനത്തെ സംശയിപ്പിച്ചുകൊണ്ട്, ദൈവ പദ്ധതികളെ സംശയിപ്പിച്ചുകൊണ്ട്, കർത്താവ് നൽകിയ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും സംശയിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുക എന്നതാണ് പിശാചിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മറന്ന് ജീവിക്കരുത്. കാരണം അവിശ്വാസം എവിടെയുണ്ടോ അവിടെ കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അവിടെ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താ കാണുന്നത്? 13:58 പറയാണ്, അവിടെ അവിശ്വാസ നിമിത്തം അവിടെ അധികം അത്ഭുതങ്ങൾ കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റും. അധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അവിശ്വാസ നിമിത്തം. ഈ തലമുറയെ പിശാച് പാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസം നശിക്കുവാൻ, വിശ്വാസം നശിച്ച ഒരു തലമുറയായി തലമുറ മാറുവാൻ. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ
രണ്ടാം വരവിനുള്ള ബന്ധത്തിൽ ശിഷ്യന്മാർ അടയാളങ്ങൾ ചോദിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 24:3 ആ വചനത്തിലേക്ക് നിങ്ങൾ വരിക. അവിടെ ദൈവത്തിന്റെ വചനം പറയാണ് 24:3. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവനെ സമീപിച്ച് പറഞ്ഞു, ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിന് യുഗാന്തത്തിനും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. കർത്താവ് നിന്റെ ആഗമനത്തിന് അടയാളം പറഞ്ഞു തരണം. ഈ ചോദ്യത്തിന് മറുപടിയായി കർത്താവ് പല അടയാളങ്ങൾ അവർക്ക് നൽകി. അതിൽ പ്രധാനമായൊരു അടയാളം എന്തായിരുന്നു? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 10-ാമത്തെ വചനമാണ്. ഉച്ചത്തിലെ വചനം വായിച്ച്, അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. എല്ലാവരും അല്പം കൂടി ഉച്ചത്തിൽ ഏറ്റു പറഞ്ഞ്, അനേകർ വിശ്വാസം ഉപേക്ഷിക്കും, പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ കാലഘട്ടത്തെ നോക്കി പ്രവചനാത്മാവിൽ യേശു പറഞ്ഞു, കാലം അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ ഈ പരിശുദ്ധമായ വചനം ആശ്ചര്യമായി നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മളായിരിക്കുന്നത്. വിശ്വാസത്യാഗങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാലയളവിൽ മറ്റേത് നാളുകളേക്കാൾ ഉപരി ഇന്നൊരുപാട് വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന, വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിൽ നമ്മളായിരിക്കുന്നത്. അനേകർക്ക് തിരുസഭയിൽ വിശ്വാസമില്ല, പരിശുദ്ധ വചനത്തിൽ വിശ്വാസമില്ല, പരിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ല, നിത്യജീവനിൽ വിശ്വാസമില്ല, കർത്താവിൻ്റെ രണ്ടാം വരവിൽ വിശ്വാസമില്ല, യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കർത്താവിൻ്റെ ഉത്ഥാനത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, ഞാനിത് വെറുതെ പറയുന്നതല്ല. ഇന്ന് അനേകരുടെ വലിയ വലിയ ഒരു തകർച്ചയാണ് കർത്താവ് ഈ വചനത്തിൽ കാണിച്ചു തരുന്നത്. ഇത് നമ്മുടെ വലിയ വേദന എന്താ? നമ്മുടെ മക്കളുടെ വിശ്വാസമില്ലായ്മയാണ്. ഒരു പള്ളിയെ പോകുന്നില്ല, ഭയങ്കര മടി, പ്രാർത്ഥിക്കാൻ മടി, വചനം വായിക്കാൻ മടി, ആത്മീയ കാര്യങ്ങളിൽ അവർക്ക് ഭയങ്കര ഉദാസീനത, യാതൊരു ശുഷ്കാന്തിയില്ല. അവർ അലസരും അനാസ്ഥയും കാണിക്കുന്നു. ഇതുമൂലം തകരുന്ന എത്ര മാതാപിതാക്കൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ തലമുറ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന തലമുറയായി മാറുന്നു. കർത്താവ് പറഞ്ഞു, അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. അപ്പൊ ഈ ഒരു തലമുറയിൽ നമ്മുടെ ദൗത്യം എന്താ? വിശ്വാസത്തെ പടുത്തുയർത്തുന്നവരാകണം. വിശ്വാസം ത്യാഗം സംഭവിച്ച തലമുറയിൽ സത്യവിശ്വാസത്തെ പടുത്തുയർത്തുന്ന ഫെയ്ത്ത് ബിൽഡേഴ്സായി പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ഫെയ്ത്ത് ബിൽഡേഴ്സ്, വിശ്വാസത്തെ പടുത്തുയർത്തുന്നവരാകുക. കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ, സഭയിൽ, നമ്മുടെ തലമുറകളിൽ വിശ്വാസത്തെ പടുത്തുയർത്തുന്ന ബിൽഡേഴ്സായി, ഫെയ്ത്ത് ബിൽഡേഴ്സായി നമ്മൾ മാറണം. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. നാളെ പ്രത്യേകം നമ്മൾ ധ്യാനിക്കും സഹോദരങ്ങൾ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി വരണം. നിങ്ങൾ ശുശ്രൂഷയുടെ പ്രാധാന്യം അനേകരോട് നിങ്ങളിത് പറയണം. ഈ വചനങ്ങൾ നിങ്ങൾ അനേകരെ കേൾപ്പിക്കണം. ഇതിൻ്റെ ലിങ്കുകളും പോസ്റ്ററുകളും എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ബന്ധുമിത്രങ്ങൾക്കും പരിചയക്കാർക്കും പ്രിയപ്പെട്ടവർക്കെല്ലാം അയച്ചു കൊടുക്കണം. എല്ലാവരിലും വിശ്വാസത്തിൻ്റെ തീ ജ്വലിക്കട്ടെ. വിശ്വാസം ജീവിക്കുവാനുള്ള കൃപ എല്ലാവരിലേക്ക് ഒഴുകപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയെ നമ്മുടെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തണം. നമ്മുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തണം. തലമുറകളെ ശക്തിപ്പെടുത്തണം. വിശ്വാസത്തിൻ്റെ ആ അടിത്തറയിൽ നമ്മുടെ തലമുറയെ ഉറപ്പിച്ച് നിർത്തുന്നതിൽ നമ്മൾ അതീവ ജാഗ്രതയും ശുഷ്കാന്തിയുള്ളവരാകണം. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. നമ്മൾ കാണുന്നുണ്ട് സഹോദരങ്ങളെ, എന്തുമാത്രം നമ്മുടെ കുടുംബങ്ങളാണ് നശിക്കുന്നത്. വിശ്വാസം ഉപേക്ഷിച്ച് അന്യവിശ്വാസത്തിലേക്ക് പോകുന്ന കർത്താവായ യേശുവിനെയും യേശുവിൻ്റെ വചനത്തെയും പരിശുദ്ധ സഭയെയും പരിശുദ്ധ കുദാശകളെ എല്ലാം ഇട്ടെറിഞ്ഞ് എത്രയോ നമ്മുടെ ക്രൈസ്തവ പെൺകുട്ടികൾ മറ്റു പലതിലേക്കും ചേക്കേറി പോകുന്നു.
അതിൽ പലരും വഞ്ചിതരാകുന്നു, പലരും കൊടിയ കെണിയിൽ അകപ്പെട്ടു പോകുന്നു. പല പെൺകുട്ടികളും പിന്നീട് എന്നോട് പങ്കുവച്ചിട്ടുണ്ട്, ഞങ്ങൾ ചതിക്കപ്പെട്ടു, ഇനി എന്തു ചെയ്യാം, എല്ലാം നഷ്ടപ്പെട്ടു പോയി, പ്രതീക്ഷയില്ലാതെ പ്രത്യാശയൊന്നുമില്ലാതെ നരകതുല്യമായി ജീവിക്കുന്ന എത്രയെത്ര ജീവിതങ്ങൾ. നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണം. നിസ്സാര നേട്ടങ്ങൾക്കും സുഖങ്ങൾക്കും വേണ്ടി നമ്മുടെ വിശ്വാസത്തിന് നാഥനായ കർത്താവായ ഈശോയെയും നമ്മുടെ വിശ്വാസത്തെയും നമ്മൾ ഉപേക്ഷിക്കരുത് സഹോദരങ്ങൾ. കർത്താവ് പറഞ്ഞു വിശ്വാസം ഉപേക്ഷിക്കും. ദൈവത്തിന് ബാധ്യതയായി കാണുന്ന വിശ്വാസമുള്ളവരെ മണ്ടന്മാരും ഭോഷന്മാരുമായി യാതൊരു വിവരവുമില്ലാത്ത കാണുന്ന ഒരു തലമുറ, നിരീശ്വര ചിന്തകളും യുക്തിചിന്തകളും അതുപോലെ തന്നെ പലവിധത്തിലുള്ള ലൗകികവും ജഡീകവുമായ ചിന്തകൾ മനുഷ്യ മനസ്സുകളിൽ രൂഢമൂലമായിരിക്കുന്നത് മൂലം വിശ്വാസം അപഹസിക്കപ്പെടുന്ന, വിശ്വാസം നിന്ദിക്കപ്പെടുന്ന ഒരു സമയമാണിത്. ഈ തലമുറ പലപ്പോഴും എന്താ ദൈവത്തോട് പറയുന്നത്? ജോബിന്റെ പുസ്തകം 21:14 നമ്മൾ കാണുന്നുണ്ട്. അവർ ദൈവത്തോട് പറയുന്നു, ഞങ്ങളെ വിട്ടു പോവുക, അങ്ങയുടെ മാർഗങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തെ ആവശ്യമില്ലാത്തൊരു തലമുറ, വിശ്വാസം ആവശ്യമില്ലാത്തൊരു തലമുറ, പ്രാർത്ഥന ആവശ്യമില്ലാത്തൊരു തലമുറ, പരിശുദ്ധ കുർബാനയും പരിശുദ്ധ കുദാശകളും ആവശ്യമില്ലാത്തൊരു തലമുറ. ദൈവമേ, ഞങ്ങൾക്ക് നിന്നെ ആവശ്യമില്ല, ഞങ്ങളെ വിട്ടുപോവുക, ഞങ്ങൾക്ക് സന്തോഷിക്കണം, ഞങ്ങൾക്ക് ആർമാദിക്കണം, ഞങ്ങൾക്ക് സുഖിക്കണം, ഞങ്ങൾക്ക് എൻജോയ് ചെയ്യണം, ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യണം. അവിടെ വിശ്വാസത്തിനോ ദൈവവചനത്തിനോ വിശ്വാസ സത്യങ്ങൾക്കോ ഒരു പ്രാധാന്യവും കൽപ്പിക്കാത്ത ഒരു തലമുറ. ഇതുമാത്രം കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. പിശാച് പാറ്റുകയാണ്, പിശാച് പാറ്റിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ തലമുറകളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും കർത്താവ് തെരഞ്ഞെടുത്ത ആത്മാക്കളെയും എല്ലാം പിശാച് പാറ്റിക്കൊണ്ടിരിക്കുന്ന സമയം. എന്തിനു വേണ്ടി? വിശ്വാസത്തെ നശിപ്പിക്കുവാൻ, വിശ്വാസത്തെ ഇല്ലാതാക്കാൻ. സത്യവിശ്വാസം അത് ശ്രദ്ധിക്കണം. ട്രൂ ഫെയ്ത്ത്, സത്യവിശ്വാസത്തെ ഇല്ലാതാക്കാൻ. പൗലോസ് പറഞ്ഞു, ഈ കാലഘട്ടത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് 1 തിമോത്തി 4:1 വചനം പറയുന്നത്, വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും, അവർ വഴിമാറിപ്പോകും, വിശ്വാസം അവർ നഷ്ടപ്പെടുത്തി കളയും, അവർ വിശ്വാസം ഉപേക്ഷിക്കും, ഒരു വിശ്വാസത്തെ തള്ളിപ്പറയും. എനിക്ക് വിശ്വാസം വേണ്ട, എനിക്ക് കത്തോലിക്ക വിശ്വാസം വേണ്ട, ക്രൈസ്തവ വിശ്വാസം എനിക്ക് വേണ്ട, ഈ വിശ്വാസം കൊണ്ട് എന്ത് പ്രയോജനം, എനിക്ക് ഈ വിശ്വാസം വേണ്ട. അനേകർ വിശ്വാസത്തെ നിരാകരിക്കുന്നു, അവഗണിക്കുന്നു, വ്യതിചലിച്ചു പോകുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി വിശ്വാസത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് കത്തുന്ന ജ്വലിക്കുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതങ്ങൾ ഉണർത്തപ്പെടുവാൻ ഈ ദിനങ്ങളിൽ കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം.